Cauchy's theorem for a rectangle. If a function fz is analytic on a rectangle R, then integral over dou r fz dz equal to 0, where dou r is the boundary of R. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഫംഗ്ഷൻ എഫ് ഇസഡ് റെക്ടാങ്കിളിൽ അനാലിറ്റിക് ആണെങ്കിൽ ബൗണ്ടറിയിൽ ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആദ്യം റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിനും വൈക്കും കണ്ടീഷൻ എ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി, സി ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു ഡി, ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ബൗണ്ടറി വരുന്ന റീജിയനെയാണ് നമ്മൾ റെക്ടാങ്കിൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ഡോ ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ, ഇതിനെയാണ് നമ്മൾ ഡോ ആർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനിയും നമ്മളിതിൻ്റെ ഡയറക്ഷൻ, ഡോ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റാങ്കിളിൻ്റെ ആകം നമ്മുടെ ആർക്കിൻ്റെ നമ്മൾ ഏതാണോ ഡയറക്ഷൻ പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. അതായത് നമ്മളെപ്പോഴും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് പറയാനുള്ള കാരണം, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ, അതായത് ഇവിടുന്ന് ഈ റീജിയൻ നമ്മൾ ഈ ബൗണ്ടറി കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്മുടെ റീജിയൻ വരുന്നത്, അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഡോ ആറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ലൈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ്. ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈൻ സെഗ്മെൻറ്റിൽ കൂടെ നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടെ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ബൗണ്ടറിയാണ് പറയുന്നതെങ്കിലും ആ ബൗണ്ടറിയുടെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് അങ്ങനെയായിരിക്കും. നമ്മൾ ആ ബൗണ്ടറി കൂടെ നടക്കുമ്പോൾ ദ റീജിയൻ ഷുഡ് ബി ടു ദ ലെഫ്റ്റ് ഓഫ് അസ്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം റീജിയൻ വരുന്നത്. അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ അനാലിറ്റിക്കാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത കേസുണ്ട്, സിംഗുലർ പോയിൻറ്റ്സും ഉള്ളത്. അപ്പോൾ ഇത് ഫുൾ അനാലിറ്റിക് ആയിട്ടുള്ള കേസാണ് പറയുന്നത്. അപ്പോൾ പ്രൂഫ് നമ്മൾ ആദ്യമേ തന്നെ റെക്റ്റാങ്കിളിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. റെക്റ്റാങ്കിളിനെ 4ആയിട്ട് ഈക്വലായിട്ടൊന്നുമല്ല, 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്. എങ്ങനെയാണ് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത്? അപ്പോൾ ലെറ്റ് ഈറ്റ ആർ ഡിനോട്ട് ദി ഈറ്റ ആർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എഫ് ഇസഡ് ഡി ഇസഡ്. ഇനി നമ്മൾ ഈറ്റ ആർ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. ഇനി ഹോൾ റെക്റ്റാങ്കിളിനെ നമ്മൾ R1 R2 R3 R4 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. R1 R2 R3 R4 ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈറ്റ ഓഫ് R1 എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറിയിലുള്ള ഇൻ്റഗ്രൽ, ഈറ്റ ഓഫ് R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൗണ്ടറിയിലുള്ള ഇൻ്റഗ്രൽ, ഈറ്റ ഓഫ് R3 ഇവിടെ, ഈറ്റ ഓഫ് R4 ഇത്. ശരിയാണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈറ്റ ഓഫ് R എന്ന് പറഞ്ഞാൽ എന്താ? ഈറ്റ ഓഫ് R എന്ന് പറയുന്നത് ഈറ്റ ഓഫ് R1 പ്ലസ് ഈറ്റ ഓഫ് R2 പ്ലസ് ഈറ്റ ഓഫ് R3 പ്ലസ് ഈറ്റ ഓഫ് R4. ശരിയാണല്ലോ? നമ്മൾ മൊത്തം റെക്റ്റാങ്കിളിനെ 4 റെക്റ്റാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഹോൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോ റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ നോക്കിക്കേ, ഇതിൽ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഡയറക്ഷൻ കൊടുത്തു. ഇനി R2ന് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ കൊടുക്കും? ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഈ ആർക്കിൽ നമ്മൾ ഡയറക്ഷൻ വരാൻ നേരം താഴോട്ടായിരിക്കും ഡയറക്ഷൻ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ റെക്റ്റാങ്കിൾ 3 വരാൻ നേരം മുകളിലോട്ട് ലെഫ്റ്റ്, ഇവിടെ താഴോട്ട് വരും, ഇവിടെ റൈറ്റിലോട്ടും വരും, അല്ലേ? അപ്പോൾ ഈ കോമൺ സൈഡ്സ് നോക്കിയാൽ കോമൺ സൈഡ്സിൽ R1ൻ്റെ R2ൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോൾ. ഇവിടെയും കോമൺ സൈഡ്സിൽ R2ലെയും R3ലെയും ഇൻ്റഗ്രൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അപ്പോൾ ഇവിടെ ക്യാൻസൽ ആകും. അതായത് കോമൺ സൈഡ്സിലെ എല്ലാം നമ്മൾ 4 റെക്റ്റാങ്കിളോട് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആകും. അപ്പോൾ സം എടുക്കാൻ നേരം നമുക്ക് ഏതേ കിട്ടത്തുള്ളൂ? ഇവിടെ പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത്, അതായത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് തന്നെ വരത്തുള്ളൂ? നമ്മുടെ ഹോൾ റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രലേ വരത്തുള്ളൂ. സോ ഈറ്റ ഓഫ് ആറിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 4 എണ്ണത്തിൻ്റെയും കൂടെ സം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇതിൽ നമ്മളിപ്പോൾ 4 നമ്പേഴ്സ് സം എടുക്കുകയാണ്. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ഈക്വൽ ടു y ആണെന്ന് വിചാരിക്കുക. y ആണ് എങ്കിൽ നമുക്കൊരു കണ്ടീഷൻ പറയാൻ പറ്റും. ഇതിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 വാല്യൂ ഓഫ് y ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു xi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 y ആയിരിക്കും.
കാരണം എന്തുകൊണ്ടാണ്? സപ്പോസ് എല്ലാം 1/4y, അതായത് x1 ലെസ് ദാൻ 1/4y, x2 ലെസ് ദാൻ 1/4y, എല്ലാം ലെസ് ദാൻ 1/4y ആണെങ്കിൽ നാലെണ്ണത്തിൻ്റെയും കൂടെ x3 ലെസ് ദാൻ 1/4y, x4 ലെസ് ദാൻ 1/4y, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 ലെസ് ദാൻ y എന്ന് വരും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. അത് കോൺട്രഡിക്ഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് y ആയിരിക്കണം. 1/4 വിളിക്കാൻ കാരണം ഇവിടെ 4ആയിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. y എന്ന് പറയുന്നതിനെ 4 ടേംസിൻ്റെ സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 y ആയേ പറ്റൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഹോൾ സമ്മിനെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിൽ ഏതെങ്കിലും ഒന്ന്, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന്, ഒന്നെങ്കിൽ എല്ലാം ഈക്വൽ ടു 1/4 ആകാം, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു Ri എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് ഈറ്റ ഓഫ് Ri, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് ഈറ്റ ഓഫ് R ആവണം. സോ നമുക്ക് ഇത്രയും സമ്മ വെച്ച് കേസിൽ ഇത്രയും പറയാം. ദാറ്റ് ഈസ് ഈറ്റ ഓഫ് Ri മോഡ് ഈറ്റ ഓഫ് Ri ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4 ഓഫ് മോഡ് ഈറ്റ ഓഫ് R. മോഡ്ലെസ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് എടുക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ for any for at least 1i, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ഐക്കെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എന്താ, ഈ പറഞ്ഞ പോലെ എല്ലാം ലെസ് ആണെങ്കിൽ സം എന്ന് പറയുന്നത് ലെസ് ദാൻ y ആയി പോവും. ഞാൻ ഇതിനൊരു പർട്ടിക്കുലർ ആർക്ക് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ let us denote Rk by R1. Rkക്ക് നമ്മൾ R1, അതായത് ഫസ്റ്റ് പ്രൊസീജിയറിൽ അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന ആ റെക്റ്റാങ്കിളെ നമ്മൾ R1 എന്ന് വിളിച്ചു. സപ്പോസ് R1 എന്ന് പറയുന്നത് നമ്മുടെ ഈ R3 ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ R1 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷനുള്ള മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R. ഇതാണ് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ. ഇത് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇതേ പ്രൊസീജിയർ നമ്മൾ R1 എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ, സപ്പോസ് R1 എന്ന് പറയുന്നത് നമ്മുടെ R3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ R3 എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഉണ്ട്. R3യെ നമ്മൾ ഇതേപോലെ തന്നെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഈറ്റ ഓഫ് R3യെ, അപ്പം ഈറ്റ ഓഫ് നമ്മുടെ R1, അതായത് നമ്മുടെ R3യെ നമ്മൾ 4 സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈറ്റ ഓഫ് R1ൻ്റെ 1 പ്ലസ് ഈറ്റ ഓഫ് R1ൻ്റെ 2 പ്ലസ് ഈറ്റ ഓഫ് R1ൻ്റെ 3 പ്ലസ് ഈറ്റ ഓഫ് R1ൻ്റെ 4, ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പറയുന്ന പ്രൊസീജിയർ മോഡുലസ് ഓഫ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് ഇതാവണം. ആ കിട്ടുന്ന റെക്റ്റാങ്കിൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ R2 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ R1നെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാൻ തന്നെ വി വിൽ ഗെറ്റ് എ റെക്റ്റാങ്കിൾ R2 സച്ച് ദാറ്റ് R2 എന്ന് പറയുന്നത് R1ൻ്റെ അകത്തുള്ളതാണ്. അതെ, R1നെ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ R2 എന്നും പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ആൻഡ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R1. ക്ലിയർ ആണോ? ഇവിടെ R നെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേതോ ഒരു RK കിട്ടും. അതിനെ നമ്മൾ R1 എന്ന് വിളിച്ചു. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R. ഇതേപോലെ തന്നെ നമ്മൾ R1നെ സ്പ്ലിറ്റ് ചെയ്ത് അപ്പോൾ ഇച്ചിരി ചെറിയ റെക്റ്റാങ്കിളായി, നമ്മൾ Rൻ്റെ അകത്തെ ഒരു റെക്റ്റാങ്കിളായി. ഈ റെക്റ്റാങ്കിളെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തുനിന്നും നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടും. അതിനെ നമ്മൾ R2 എന്നും പറഞ്ഞ് വിളിച്ചു. ഇനി R2ൻ്റെ സമ്മിൻ്റെ പ്രത്യേകത എന്താ? മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4 ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R1. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കഴിയാൻ നേരം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് R3 സബ്സെറ്റ് ഓഫ് R2 കിട്ടും. അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് R ആയിരുന്നു റെക്റ്റാങ്കിൾ. Rനകത്തുനിന്ന് നമുക്കൊരു R1 കിട്ടി, R1നകത്തുനിന്ന് ഒരു R2 കിട്ടി, R2നകത്തുനിന്ന് ഒരു R3 കിട്ടി, എക്സെട്ര. ഇങ്ങനെ നമുക്കൊരു സീക്വൻസ് ഓഫ് റെക്റ്റാങ്കിൾസ് കണ്ടെയ്നിങ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അല്ലേ. ഈക്വൽ ടു വരുന്നില്ല, അകത്തുള്ള റെക്റ്റാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെക്റ്റാങ്കിൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
such that നമുക്ക് എന്തറിയാം മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ മൈനസ് 1 അല്ലേ. തൊട്ട് മുമ്പത്തെ റെക്റ്റാങ്കിളിൻ്റെ അകത്തുള്ള റെക്റ്റാങ്കിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കിയോ ശ്രദ്ധിച്ച്, മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ വൺ ആണ്. ആൻഡ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ വൺ എന്താണെന്നറിയാം, 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ആണെന്നറിയാം. അപ്പോൾ ഒന്നിച്ച് കമ്പൈൻ ചെയ്താൽ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ടു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4² മോഡുലസ് ഈറ്റ ഓഫ് ആർ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ത്രീ എന്ത് വരും, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/4 ഓഫ് ഇത്, പിന്നെയും 1/4 വരും, പിന്നെയും 1/4. അപ്പോൾ 3 1/4 വരും അല്ലേ. അപ്പോൾ 1/4³ ഈറ്റ ഓഫ് ആർ എന്ന് വരും. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം, മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n ഇൻറ്റു മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ ആയിട്ട് എഴുതാം. ഇത് ഇക്വേഷൻ 2. സോ ഇക്വേഷൻ 1 ഉണ്ട്. ഇക്വേഷൻ 1ൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 2ലേക്ക് ഫോം ചെയ്തു. ഇനി ഈ റെക്റ്റാങ്കിൾസ് നോക്കിയ റെക്റ്റാങ്കിൾസ് ഞാൻ പറയുന്നു ആറ് സബ്സെറ്റ് ഓഫ് ആറ്, സൂപ്പർ സെറ്റ് ഓഫ് ആർ വൺ, സൂപ്പർ സെറ്റ് ഓഫ് ആർ ടു, സൂപ്പർ സെറ്റ് ഓഫ് എക്സെട്ര, സൂപ്പർ സെറ്റ് ഓഫ് ആർ എൻ, സൂപ്പർ, ഇങ്ങനെ നമ്മൾ ഡിക്രീസിങ് സീക്വൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഡിക്രീസിങ് സീക്വൻസ് ആയിട്ട് പോയി അതേത് റെക്റ്റാങ്കിൾ നോക്കിയേ, വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് അടുത്ത ചെറിയ റെക്റ്റാങ്കിൾ, അതിലും ചെറിയ റെക്റ്റാങ്കിൾ, അങ്ങനെ ചെറിയ റെക്റ്റാങ്കിളായി പോകാൻ എവിടെ വരെ പോകുമായിരിക്കും, കുഞ്ഞതായി ഒരു പോയിന്റിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഒരു തിയറം ഉണ്ട്, കാൻഡേഴ്സ് ഇൻ്റർസെക്ഷൻ തിയറം വെച്ച്, കാൻഡേഴ്സ് ഇൻ്റർസെക്ഷൻ തിയറം, അത് വെച്ചിട്ട് the set of rectangles converges to exactly one point z star of r. ക്ലിയർ ആണല്ലോ. ബൈ കാൻഡേഴ്സ് ഇൻ്റർസെക്ഷൻ തിയറം ഈ സീക്വൻസ് എന്താവും, ഈ സീക്വൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഈ റെക്റ്റാങ്കിൾ ചെറുതായി, അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, ഇതിൽ നിന്ന് അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, അവിടെ നിന്ന് അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, കുഞ്ഞതായി കൺവേർജസ് ടു എ സിംഗിൾ പോയിന്റ്. ആ സിംഗിൾ പോയിന്റിനെയാണ് നമ്മൾ ഇസഡ് സ്റ്റാർ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. So for given any delta greater than 0, Rn is contained in mod z minus z star less than delta for sufficiently large n. അതായത് ഞാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ ചെറുതായി ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ആ കൺവേർജ് ചെയ്യുന്ന റെക്റ്റാങ്കിളിന് ആ പോയിന്റിന് ചുറ്റും നമ്മളൊരു നെയ്ബർഹുഡ് വരച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ റെക്റ്റാങ്കിളും ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും അല്ലേ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പോൾ ഈ റെക്റ്റാങ്കിൾ എടുത്തു, ഇതിൽ നിന്ന് ഞാൻ അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, ഇവിടുന്ന് ഞാൻ അടുത്ത റെക്റ്റാങ്കിൾ ഇതാണെന്ന് വിചാരിക്കുക, ഇവിടുത്തെ അടുത്ത റെക്റ്റാങ്കിൾ ഇവിടെയാണ്, അടുത്ത റെക്റ്റാങ്കിൾ എടുത്തു, അങ്ങനെ ഒരു കൺവേർജ് ചെയ്തൊരു പോയിന്റിലേക്ക് എത്തും. അപ്പോൾ ആ പോയിന്റിന് ചുറ്റും ഞാനൊരു ഡെൽറ്റ നെയ്ബർഹുഡ് വരച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ റെക്റ്റാങ്കിളും ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ തന്നെ പറയാം, ഇത് കൺവേർജ് ചെയ്തൊരു സിംഗിൾ പോയിന്റ് ആണെങ്കിൽ പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സീക്വൻസും ഈ സീക്വൻസിലെ എല്ലാ ടേംസും ഈ നെയ്ബർഹുഡിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവണമല്ലോ. അപ്പോൾ Rn is contained in mod z minus z star less than delta for sufficiently large n. ക്ലിയർ ആണല്ലോ. നമ്മൾ ജനറൽ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് പറഞ്ഞത്. x1 x2 എക്സെട്ര നമ്മൾ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള x1 x2 x3 എക്സെട്ര സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും നെയ്ബർഹുഡിൻ്റെ അകത്തുണ്ടാവണമല്ലോ, കൺവേർജ് ചെയ്യുന്ന പോയിന്റിൻ്റെ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഇസഡ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ഇസഡ് സ്റ്റാറിന് ചുറ്റും ഒരു നെയ്ബർഹുഡ് വരച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ റെക്റ്റാങ്കിളും ഈ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഉണ്ടായേ പറ്റും. ഇനി എഫ് ഇസഡ് നോക്കിയാൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് അനാലിറ്റിക്കാണ്, എല്ലാ പോയിന്റിലും അനാലിറ്റിക്കാണ്. അപ്പോൾ ഇസഡ് സ്റ്റാറിലും അനാലിറ്റിക്കാണ്. സോ there exists delta greater than 0 such that fz is defined and analytic in mod z minus z star less than delta.
അതായത് ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ നെയ്ബർഹുഡിലെ എല്ലാ പോയിന്റ്സിലും ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലേ? അപ്പോൾ ഇസഡ് സ്റ്റാറിൽ അനാലിറ്റിക് ആണ് എങ്കിൽ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ ഡെൽറ്റ. ഈ ഡെൽറ്റ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യുന്ന ഡെൽറ്റ. ഇവിടെ എടുക്കുന്ന ഡെൽറ്റ തന്നെ ആയിരിക്കും ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡെൽറ്റ. ഇത് ഏത് ഡെൽറ്റയ്ക്കാണെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ഏത് ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള എല്ലാ RNകളും ഈ നെയ്ബർഹുഡിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ഏതാണോ ഡെൽറ്റ എടുക്കുന്നത് അതേ ഡെൽറ്റ തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. പറഞ്ഞ ക്ലിയർ ആണെന്ന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഇസഡ് ഇസ് ഡിഫൈൻഡ് ആൻഡ് അനാലിറ്റിക് ഇൻ മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ ഡെൽറ്റ. അനാലിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതല്ലേ? അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് സ്റ്റാർ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ ബൈ ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ. ഇതെന്താ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താ? ഇസഡ് സ്റ്റാറിലുള്ള ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ. ഇത് ഇക്വേഷൻ 4 കൊടുക്കാം. ഇത് ഇക്വേഷൻ 3 ഏതാ നമ്മുടെ? ഇത് ഇക്വേഷൻ 3. അപ്പോൾ ഇക്വേഷൻ 4 നമുക്ക് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫോർ എനി എപ്സിലൻ ഗ്രേറ്റർ ദാൻ 0 ഫോർ എനി എപ്സിലൻ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that mod f of z minus f of z star by z minus z star minus limit f dash of z star less than epsilon whenever mod z minus z star less than delta. ഓക്കെ, സാധാരണ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് ഇങ്ങനെയാണെങ്കിൽ മോഡ് ഇസഡ് മൈനസ് ഇസഡിന് ലെസ് ദാൻ പറയത്തില്ല നമ്മൾ. ഇസഡ് മൈനസ് ഇസഡ് ലെസ് ദാൻ എപ്സിലൻ വെന്നെവർ മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ ഡെൽറ്റ. സാധാരണ എപ്സിലൻ ഡെൽറ്റ ഡെഫിനേഷൻ ഫോർ കൺവേർജൻസ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ LCM എടുക്കുകയാണ് ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ less than epsilon into mod z minus z star whenever mod z minus z star less than delta. ഇപ്പോൾ ലാസ്റ്റിൽ എഴുതിയ ഇക്വേഷൻ 5 കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാം. ഫോർ എനി എപ്സിലൻ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ഡെൽറ്റ സാറ്റിസ്ഫൈങ് ഏതൊക്കെയാണ്? ഫോർ എനി എപ്സിലൻ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ എന്നും പറഞ്ഞ് വന്നിട്ടില്ലേ? അപ്പോൾ ഇക്വേഷൻ 5 സാറ്റിസ്ഫൈങ് ഇക്വേഷൻ 5 ആൻഡ് ഇനിയുള്ളത് ഏതാ? ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ആദ്യമേ എടുത്തൊരു ഡെൽറ്റ ഉണ്ടായിരുന്നു. ഏതൊരു ഇസഡ് സ്റ്റാർ ഉണ്ടെങ്കിലും കറസ്പോണ്ടിങ് വി ക്യാൻ ഫൈൻഡ് എ ഡെൽറ്റ നെയ്ബർഹുഡ് എന്നും പറഞ്ഞ് അതെത്രയാണ്? ഇക്വേഷൻ 3. ഇക്വേഷൻ 3യും ഇക്വേഷൻ 5ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡെൽറ്റ എടുക്കുക. അപ്പോൾ കൺവേർജൻസും വരും. ഈ നമ്മുടെ ലിമിറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഡെറിവേറ്റീവ് വെച്ചിട്ടുള്ള കൺവേർജൻസും വരും. അതിനു മുമ്പത്തെ RNൻ്റെ കൺവേർജൻസും വരും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻസ് എടുത്തേക്കുക. ആൻഡ് ടേക്ക് n sufficiently large such that എന്താ RN എന്ന് പറയുന്നത് പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളതെല്ലാം മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ ഡെൽറ്റയ്ക്കകത്തുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മോഡ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലൺ ഇൻറ്റു മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ വേർ മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ലെസ് ദാൻ ഡെൽറ്റ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഡെൽറ്റ ചൂസ് ചെയ്യുക. എല്ലാ ഡെൽറ്റകൾക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എപ്സിലോൺ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ഡെൽറ്റ കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഒരേ ഡെൽറ്റ ആയിട്ട് എടുക്കുക. ഇനി ശ്രദ്ധിച്ച് 1ഉം ഇസഡും ഡെറിവേറ്റീവ് ഓഫ് അനാലിറ്റിക് ഫങ്ഷൻസ് ആണ്. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കുക. ഇസഡ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇസഡ് സ്ക്വയർ ബൈ 2. ഇതിൻ്റെ അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കാൻ നേരം നമുക്ക് 1 കിട്ടും. ഇസഡ് സ്ക്വയർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നേരം നമുക്ക് ഇസഡും കിട്ടും. ഇത് രണ്ടും അനാലിറ്റിക് ഫങ്ഷൻസാണ്. സോ 1നെയും ഇസഡിനെയും നമുക്ക് അനാലിറ്റിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനാലിറ്റിക് ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? അപ്പോൾ ഇൻ്റഗ്രൽ 1 dz എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ
ഡോ ആർ എൻ 1 ഡി ഇസഡ് എന്ന് വന്നത് 0 വരും. ക്ലോസ് ഇൻ്റഗ്രൽ അല്ലേ, ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ ഇസഡ് ഡി ഇസഡ് എന്ത് വരും, 0 വരും. കാരണം 1 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ, ഇസഡ് എന്ന് പറയുന്നതും ഡെറിവേറ്റീവ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡിൽ എഫ് ഇസഡ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ, ഡെറിവേറ്റീവ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആണ് എങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആണെന്നറിയാം. സോ അവിടെ നമുക്ക് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ, ഈ ടേമാണ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഡി ഇസഡ്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് സ്റ്റാർ ഉണ്ടല്ലോ, എഫ് ഓഫ് ഇസഡ് സ്റ്റാർ കോൺസ്റ്റൻ്റ് അല്ലേ, അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, സ്റ്റാർ ഡി ഇസഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് സ്റ്റാർ ഡി ഇസഡ്. ഇസഡ് സ്റ്റാർ എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിൻ്റ് ആണ്. സോ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് മൈനസ് ഇതിൻ്റെ വാല്യൂ എന്താ, എഫ് ഓഫ് ഇസഡ് സ്റ്റാർ കോൺസ്റ്റൻ്റ്, ഡോ ആർ എൻ 1 ഡി ഇസഡ് മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് വെളിയിലെടുക്കാം, ഡോ ആർ എൻ ഇസഡ് ഡി ഇസഡ് പ്ലസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാറും കോൺസ്റ്റൻസാണ്, ഡോ ആർ എൻ 1 ഡി ഇസഡ്. ദിസ് ഈസ് ഈക്വൽ ടു 1 ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ്, ഇസഡ് ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ്, ഇവിടെ 1 ഡി ഇസഡിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണ്. So this is equal to integral dou Rn f of z dz. This is equal to eta of Rn. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ eta of Rn എന്ന് കിട്ടി. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് eta of Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രലിലെ eta of Rn, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഡോ Rn f of z മൈനസ് f of z സ്റ്റാർ മൈനസ് f ഡാഷ് ഓഫ് z സ്റ്റാർ ഇൻറ്റു z മൈനസ് z സ്റ്റാർ dz. This is less than or equal to integral അകത്തോട്ട് മോഡുലസ് ഇട്ടു, മോഡുലസ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഇൻറ്റു മോഡ് ഡി ഇസഡ്. ദിസ് ഇസ്, ഇതിൻ്റെ വാല്യൂ എന്താണെന്നറിയാം, ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലൺ ആണെന്നറിയാം ബൈ ഇക്വേഷൻ 5. സോ എപ്സിലൺ ഇൻറ്റു മോഡ് ഇസഡ് മൈനസ്, അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എപ്സിലൺ ഇൻറ്റു മോഡ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ മോഡ് ഡി ഇസഡ്. ഇനി ശ്രദ്ധിച്ച റെക്റ്റാങ്കിൾ ആർ എൻ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ റെക്റ്റാങ്കിൾ ആർ എൻ ആണ് എങ്കിൽ ഇതിൻ്റെ ഡയഗണൽ ലെങ്ത് ഡി എൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇസഡും ഇസഡ് സ്റ്റാർ ആർ എൻ ഇതിനകത്തെ പോയിൻ്റാണ്, ഇതെല്ലാം കൺവേർജ് ചെയ്ത് വരുന്ന ഇതിനകത്തെ ഒരു പോയിൻ്റാണ് ഇസഡ് സ്റ്റാർ അല്ലേ, കാരണം ആർ എന്നുകളെല്ലാം കൂടെ കൺവേർജ് ചെയ്ത് ആർ എന്നിൻ്റെ അകത്തെ കണ്ടുപിടിച്ച് കിട്ടുന്നതാണ് ഇസഡ് സ്റ്റാർ. അപ്പോൾ ഇസഡ് സ്റ്റാർ എന്ന് പറയുന്ന ആർ എന്നിൻ്റെ അകത്തെ പോയിൻ്റ്, ഇതിനകത്ത് ആർ എന്നിൻ്റെ അകത്തുള്ള പോയിൻ്റ് ഇസഡ് സ്റ്റാറും എവിടെയോ കിടക്കുന്ന പോയിൻ്റ് ഡോ ആർ എൻ, ഇസഡ് എന്ന് പറയുന്നത് ഡോ ആർ എന്നിലെ പോയിൻ്റാണ് അല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡോ ആർ എന്നിലെ വേരിയബിൾ ഇസഡ് ആയതുകൊണ്ട് ഇസഡ് എന്ന് പറയുന്ന ഈ ബൗണ്ടറിയിലുള്ള പോയിൻ്റാണ്. ബൗണ്ടറിയിലുള്ള പോയിൻറ്റും ഇതിനകത്ത് ഏതൊരു പോയിൻറ്റും എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വരാവുന്ന ഡിസ്റ്റൻസ് എന്താ, ഒന്നും വേണ്ട, ഒരു റെക്റ്റാങ്കിളിൽ നമ്മൾ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും മാക്സിമം വരാവുന്ന ഡിസ്റ്റൻസ് എത്ര, റെക്റ്റാങ്കിളിലെ മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ ബൗണ്ടറി കിടക്കുന്ന പോയിൻറ്റ്സ് തമ്മിലായിരിക്കും അല്ലേ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നത് ഡയഗണലിൻ്റെ അറ്റത്ത് കിടക്കുന്നതായിരിക്കും. സോ ഇസഡ് സ്റ്റാറിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ അപ്പുറം ഇപ്പുറം ആയിക്കഴിഞ്ഞാൽ മാക്സിമം ആയിരിക്കും. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എപ്സിലൺ ഇൻറ്റു, അപ്പോൾ ഇതിനെ നമ്മൾ ഡി എൻ എന്ന് വിളിക്കുകയാണെങ്കിൽ മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എൻ ആയിരിക്കും ഇൻറ്റു മോഡ് ഡി ഇസഡ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു മോഡ് ഡി ഇസഡ്. ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എന്ന് പറഞ്ഞാൽ എന്താ, മോഡ് ഡി ഇസഡ് എന്ന് പറയുന്ന ലെങ്ത്ത്. സോ ആർ എന്നിൻ്റെ ചുറ്റുമുള്ള ലെങ്ത്ത്, ദാറ്റ് ഇസ് പെരിമീറ്റർ ഓഫ് ആർ എൻ, ലെറ്റ് ഇറ്റ് ബി എൽ എൻ. അപ്പോൾ എൽ എൻ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ആർ എൻ കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ
ഹോൾ റെക്റ്റാങ്കിൾ ആർ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് നമ്മൾ എടുത്ത ഒരു റെക്റ്റാങ്കിളാണ് R1 എന്നുള്ളത് അല്ലേ, R1 എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും തമ്മിലുള്ള ബന്ധം എന്താ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും ഈ ഹോൾ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും തമ്മിലുള്ള ബന്ധം എന്താ? തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അതായത് ഇത് നമ്മുടെ R ആണ് എങ്കിൽ ഡി ഡയഗണൽ ലെങ്ത് ആറിൻ്റെ നമ്മൾ എത്ര വിളിച്ച് ഡി എടുക്കുകയാണെങ്കിൽ ഡി ആണ് R എങ്കിൽ D1 R1ൻ്റെ ഡയഗണൽ ലെങ്ത് ആണെങ്കിൽ D1 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഡി ആയിരിക്കും. അതേപോലെ തന്നെ പെരിമീറ്റർ നോക്കുകയാണെങ്കിൽ L1 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് L ആയിരിക്കും. കാരണം മനസ്സിലായോ? കറക്റ്റ് 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ D2 എന്ന് പറയുന്നത് പിന്നെയും ഇതിൻ്റെ ഹാഫാണ് എടുക്കുന്നതെങ്കിൽ D2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് D1 ആയിരിക്കും. കാരണം ഈ റെക്റ്റാങ്കിളിൻ്റെ പകുതിക്ക് വെച്ചല്ലേ എടുത്തേക്കുന്നത്, 1/4 ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് ഓഫ് D, അതായത് D2 എന്ന് പറയുന്നത് 1/4 ഓഫ് D ആയിരിക്കും. മനസ്സിലായി പറഞ്ഞാൽ ഇത് ഹോൾ റെക്റ്റാങ്കിൾ എടുക്കുക, അതിൻ്റെ 1/4 ചെറിയ 4/1 റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ കറക്റ്റ് പകുതിയായിരിക്കും. ഇനി ഇതിൻ്റെ 4/1 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേഷൻ പറയാൻ പറ്റുന്നത് DN എന്ന് പറയുന്നത് ഹാഫ് ഓഫ് DN-1, വീണ്ടും ഹാഫ് ഓഫ് DN-2, അങ്ങനെ കുറച്ച് D2n ഓഫ് D എന്ന് കിട്ടും. മനസ്സിലായല്ലോ? D2 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് D1, D1 എന്ന് പറയുന്നത് ഹാഫ് ഓഫ് D ആണ്. സോ D2 എന്ന് പറയുന്നത് 1/2² ഓഫ് D അല്ലേ. അപ്പോൾ DN എന്ന് പറയുന്നത് 1/2n D. അതേപോലെ തന്നെ LN എന്ന് പറയുന്നത് 1/2n L. അപ്പോൾ നമുക്ക് ഹോൾ ഏറ്റവും വലിയ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിലും പെരിമീറ്ററും വെച്ചിട്ട് നമുക്ക് DN-നെയും LN-നെയും എഴുതാൻ പറ്റും. സോ നമ്മുടെ മോഡ് ഈറ്റ ഓഫ് RN എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ ഇൻറ്റു DN ഇൻറ്റു LN ഉണ്ട്. അതിൽ ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ ഇൻറ്റു DN എന്ന് പറയുന്നത് എന്താ? 1/2n D ഇൻറ്റു 1/2n L. സോ ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലൺ ഇൻറ്റു 1/4n ഇൻറ്റു D ഇൻറ്റു L. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോൾ പറഞ്ഞത് 4 റെക്റ്റാങ്കിൾസും ഏതെങ്കിലും രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ പറയണമെങ്കിൽ ആ 4 റെക്റ്റാങ്കിളും ആദ്യമേ എങ്ങനെ തന്നെ ചൂസ് ചെയ്യണം? 4ഉം ഈക്വലായിട്ട് ചൂസ് ചെയ്താലേ നമുക്ക് ഈ സ്റ്റെപ്പ് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളത് ഇക്വേഷൻ 1 ആണെന്ന് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടുണ്ട് അതല്ല, മോഡ് ഈറ്റ ഓഫ് ആറും ഈറ്റ ഓഫ് RNഉം തമ്മിലുള്ള റിലേഷൻ മോഡ് ഈറ്റ ഓഫ് RN ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n മോഡ് ഈറ്റ ഓഫ് R. ഇങ്ങനൊരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ. സോ അവിടുന്ന് നമുക്ക് കിട്ടുന്നത് മോഡ് ഈറ്റ ഓഫ് R ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4n ഇൻറ്റു 1/4n അല്ല 4n ഇൻറ്റു മോഡ് ഈറ്റ ഓഫ് RN. ആൻഡ് മോഡ് ഈറ്റ ഓഫ് RN എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ 4n ഉണ്ട്, എപ്സിലൺ ഇൻറ്റു 1/4n ഇൻറ്റു D ഇൻറ്റു L. 4n ക്യാൻസൽ ആവും. സോ മോഡ് ഈറ്റ ഓഫ് R എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലൺ ഇൻറ്റു D ഇൻറ്റു L ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. എപ്സിലൺ എത്ര ചെറുതാണെങ്കിലും ഇത് സാറ്റിസ്ഫൈഡ്. അതിൻ്റെ അർത്ഥം എന്താ? മോഡ് ഈറ്റ ഓഫ് R ഈക്വൽ ടു 0 ആയേ പറ്റൂ. ഇംപ്ലൈസ് ഈറ്റ ഓഫ് R ഈക്വൽ ടു 0 implies integral over dou R f z d z equal to 0.